ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അഭിഷേകത്തിൻ്റെ ഒരു കുട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ആവരണം, ഒരു വലിയ പുതപ്പ് കർത്താവ് ഇന്ന് നമ്മുടെ എല്ലാവരുടെ മേലും ഇട്ടിട്ടുണ്ട്. ഈ ഒരു അഭിഷേകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പുതപ്പ് വീണ് കഴിഞ്ഞാൽ, ഈ ആവരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴെ നിന്ന് ഒരുത്തനെയും അവൻ്റെ കൈക്കകത്തുനിന്ന് പിടിച്ചു പറിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, ആർക്കും ഈ ഒരു അഭിഷേകത്തിനകത്ത് നിന്ന് നിങ്ങളെ പിടിച്ചു മാറ്റാൻ സാധ്യമല്ല, നിങ്ങളെ വലിച്ചിറക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കെതിരെ ഒരു ദോഷവും ചെയ്യാൻ സാധ്യമല്ല. കാരണം നിങ്ങളുടെ മുകളിൽ അത്രത്തോളം സംരക്ഷണത്തിൻ്റെ ഒരു വലിയ മതിൽ കർത്താവ് ചെയ്തിരിക്കുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊരു കീ സ്പോൺസറാണ് മുണ്ടക്കയത്ത് നിന്ന് ഇന്ദിരാ ഭായ്. ഞങ്ങൾ ഇന്ദിരാമ എന്നൊക്കെ വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. താങ്ക് യു സിസ്റ്റർ ഇന്ദിരാ ഭായ് ആൻറ്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മുണ്ടക്കയം ബ്ലെസ്സിംഗ് സെൻറ്ററിൽ അനേക ജനങ്ങൾ കടന്നു വരുവാൻ, 4 കൊച്ചുമക്കൾക്കും എക്സാമിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം നീ ചെയ്ത സകല നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ കൂടുതൽ താൻ ചെയ്യുന്ന എല്ലാറ്റിലും ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തതിന് സിസ്റ്ററിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് കർത്താവ് ഒഴുക്കട്ടെ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്നും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റൈൽ ഓഫ് വർഷിപ്പ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഈ ദിവസങ്ങളൊന്ന് വിശാലമാകട്ടെ. ലോകത്തിൽ പല ജാതികളിൽ നിന്നും, മത പശ്ചാത്തലങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷയിൽ നിന്നും, സംസ്കാരങ്ങളിൽ നിന്നും ഒക്കെ വീണ്ടെടുക്കപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന ഒന്നാണ് ആഗോള സഭ, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വലിയ സംഘം. ആൻഡ് അതിലെല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ ഭാഷകളും ഉണ്ട്, പല പല ടെമ്പറമെൻറ്റ്സും കൾച്ചറും വസ്ത്രധാരണ രീതികളും എല്ലാം ഉണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്ന ഹൃദയമാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ഹൃദയം. പക്ഷെ നമുക്കാണെങ്കിൽ ഒരു പ്രത്യേക വർഷിപ്പ് രീതി ഉള്ള നമുക്ക് മറ്റൊരു തരത്തിലുള്ള വർഷിപ്പ് രീതി കാണുന്നത് പോലും ഉൾക്കൊള്ളാൻ ഇങ്ങനെയാണോ ദൈവത്തെ ആരാധിക്കുക? പ്രത്യേകിച്ച് നമ്മളുടെ ബ്രിങ്ങിങ് അപ്പ്, നമ്മളെങ്ങനെ വളർന്നു, നമ്മൾ ഏത് രീതിയിൽ കണ്ടു വളർന്നു, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പലപ്പോഴും നമുക്ക് ചിന്ത വരാം. പലപ്പോഴും കിണറ്റിലെ തവളയുടെ ബുദ്ധി പലപ്പോഴും നമുക്ക് വരാം. കിണറ്റിലെ തവള ചിന്തിക്കുന്നത് ഇതാണ് സമുദ്രം, ഇതാണ് മഹാസാഗരം, ഇതാണ് ലോകം. കാരണം പുറത്തുള്ള ഒന്നും ഇന്നും വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതാണെല്ലാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വേൾഡ് വൈഡ് എക്സ്പോഷർ നമുക്ക് ലഭിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയല്ല. ദൈവം എല്ലാവരെയും കാണുന്നു, കരുതുന്നു, ഉൾക്കൊള്ളുന്നു. നമുക്കും എല്ലാവരെയും കാണാനും കരുതാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ള ഒരു ഹൃദയം നമുക്കും ഉണ്ടാകണം. 148-ാം സങ്കീർത്തനം 12-13
വചനങ്ങൾ വായിക്കുമ്പോൾ യങ് മെൻ ആൻഡ് വിമൻ, ഓൾഡ് മെൻ ആൻഡ് ചിൽഡ്രൻ, ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ്, ഫോർ ഹിസ് നെയിം അലോൺ ഈസ് എക്സോൾട്ടഡ്, ഹിസ് സ്പ്ലെൻഡർ ഈസ് അബവ് ദി എർത്ത് ആൻഡ് ദ ഹെവൻസ്. 148 സങ്കീർത്തനമാണ്. എടുത്തോട്ടെ, മലയാളത്തിൽ നമുക്ക് നോക്കാം. 148 12 വചനം. അവിടെ പറഞ്ഞ യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് പല ഏജ് ഗ്രൂപ്പുകളെ കുറിച്ചാണ്. വർഷിപ്പ് സ്റ്റൈൽ ഓഫ് വർഷിപ്പ് ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽപ്പെട്ട അടുത്ത ഒരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് യങ് മെൻ ആൻഡ് വിമൻ, യുവാക്കളും യുവതികളും, ഓൾഡ് മെൻ ആൻഡ് ചിൽഡ്രൻ, വൃദ്ധന്മാരും ബാലന്മാരും. ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ്, ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കും. So this is a commandment or instruction towards different age groups to worship God. ശരിയാണല്ലോ, പലതരത്തിൽ പ്രായക്കാരും ദൈവത്തെ സ്തുതിക്കണം. പക്ഷേ ദ ചാലഞ്ച് ഈസ് കുഞ്ഞുങ്ങളുടെ ആരാധന രീതി വലിയവർക്ക് ഇഷ്ടമാകണമെന്നില്ല, യുവാക്കളുടെ ആരാധന രീതി വലിയവർക്ക് ഇഷ്ടമാകണമെന്നില്ല, ചെറുപ്പക്കാർക്ക് പ്രായമുള്ളവരുടെ രീതിയിലുള്ള വർഷിപ്പ് ഇതും ഇഷ്ടമാകണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാസ്റ്റർ റിക് വാരൻ. അദ്ദേഹം സാഡിൽ ബാക്ക് കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ സ്ഥാപകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് സ്ഥാപിച്ചു. ലോകം മുഴുവൻ ഒരു പാറ്റേൺ ആക്കാൻ, ഒരു സഭയുടെ വളർച്ചയുടെ ഹെൽത്തി ഗ്രോത്തിൻ്റെയൊക്കെ പാറ്റേൺ ആക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത് ഈ സാഡിൽ ബാക്ക് കമ്മ്യൂണിറ്റി ചർച്ചാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു, വേറെ പാസ്റ്റർ അവിടെ ചാർജ് എടുത്തു. അദ്ദേഹമാണ് പേർപ്പസ് ഡ്രിവൻ ചർച്ച്, പേർപ്പസ് ഡ്രിവൻ ലൈഫ്, ഇതൊക്കെ വലിയ ബെസ്റ്റ് സെല്ലേഴ്സാണ്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ ആ ദേവദാസ്. ആ ക്യാമ്പസിൽ ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ്, പല സാങ്ച്വറീസ് ഉണ്ട്, പല ഓഡിറ്റോറിയങ്ങളുണ്ട്. അതിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള വർഷിപ്പ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറൊരു സ്ഥലമുണ്ട്. 3 സ്ഥലത്ത് 3 രീതിയിലുള്ള ആരാധനയാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അത് മിക്കവാറും എല്ലായിടങ്ങളിലും ഉണ്ട്, എല്ലാ സഭകളിലും ഉണ്ട്. കുഞ്ഞുങ്ങളുടെ വർഷിപ്പ് സർവീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നഴ്സറി റൈംസ് പോലെയുള്ള പല പാട്ടുകളാണ് അവിടെ പാടുന്നത്. അറിയാലോ, സൺഡേ സ്കൂൾ സോങ്സ്. അപ്പോൾ അവിടെ ആ ടൈപ്പാണ്. അത് ഈവൻ ടീൻസിലെത്തിയവർക്കും ഒരുപക്ഷെ യങ് അഡൾട്ട്സ് എന്ന് പറയുന്നവർ, യൂത്ത്സ്, ഇവർക്കൊന്നും ആ നഴ്സറി റൈംസ് പോലെ അവിടെ വെക്കുമ്പോൾ അവർക്ക് നാണെന്നോ, അയ്യോ ഞാൻ കുഞ്ഞാറ്റയാണോ. ഞങ്ങൾ ഇവിടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ അത് കണ്ടിട്ടുണ്ട്. ഒരുവിധം മുതിർന്ന് കഴിയുമ്പോഴേക്കും സൺഡേ സ്കൂളിലൊക്കെ ഇരിക്കാൻ തന്നെ അവർക്കൊരു ഒരു തരം നാണമാണ്. ഞങ്ങൾ വലുതായില്ല, ചെറുതായിട്ട് ഇവിടെ മീശയൊക്കെ കിളിർത്തു തുടങ്ങി, സൗണ്ടൊക്കെ മാറി തുടങ്ങി. ഈ കുഞ്ഞുങ്ങളോടൊപ്പം എന്തിനാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്ന ഭാവത്തിൽ ചില ഈ ടീൻസിലേക്ക് വരുമ്പോൾ, ആഡലസൻസിൽ അങ്ങനെ തോന്നും. യൂത്ത്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയി, അവർക്ക് ടീൻസിനൊപ്പം ഇരിക്കാനും ബുദ്ധിമുട്ട്, കാരണം അതും തീരെ താഴെ പോലെയുള്ളൊരു തോന്നൽ. അപ്പോൾ അത് കാറ്റഗറി വേറെയാണ്. പിന്നെ ആഡൽട്ട്സ് ആയിട്ടുള്ളവരുണ്ട്, പ്രായമുള്ളവർക്ക് ഈ ഇടിവിട്ട് പോലെയുള്ള പാട്ടും ഡ്രംസും ബീറ്റും ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇത് നിന്ന് പോയാലോ ഹാർട്ട്. അപ്പം അങ്ങനെയുള്ളവർ കംപ്ലൈൻറ്റ് പറയും, അയ്യോ എന്തൊരൊച്ചപ്പാടും ബഹളമാണപ്പാ പിള്ളേർ, ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? യങ് മെൻ ആൻഡ് വിമൻ, ഓൾഡ് മെൻ ആൻഡ് ചിൽഡ്രൻ, ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ്. എല്ലാ ഏജ് ഗ്രൂപ്പുകാരും ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ ഏജ് ഗ്രൂപ്പുകാർക്കും അവരുടേതായ ഒരു ടെമ്പറേച്ചറുണ്ട്, അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. ദൈവം ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. പക്ഷേ ഏജ് ഗ്രൂപ്പുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളണമെന്നില്ല. അവിടെയും നമുക്ക് ആവശ്യം എന്താണ്? ഈ സാധനം, അകത്തിരിക്കുന്ന ഹൃദയം ഒന്ന്
വിശാലമായി വരണം. വിശാലമായി വരണം. ഇവിടത്തെയൊക്കെ പ്രശ്നം ഒന്ന്, ഈ യൂത്തിൻ്റെ വർഷിപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പോൾ യൂത്ത് കോൺഫറൻസ് നടക്കുന്ന സമയത്ത്, ബ്ലെസ്സിംഗ് ട്രീയിൽ യൂത്ത് കോൺഫറൻസ് നടക്കുമ്പോൾ നമ്മുടെ സെലിബ്രേഷൻ സാങ്ച്വറി എന്നറിയപ്പെടുന്ന നമ്മുടെ മെയിൻ ഹാൾ, മെയിൻ ഓഡിറ്റോറിയം, അത് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% സൗണ്ട് പ്രൂഫ് അല്ല. അപ്പോൾ യൂത്തിൻ്റെ കോൺഫറൻസ് വരുന്ന സമയത്ത് നിരന്തരമായി ഞാനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, മക്കളെ ലെവൽ ഉറക്കുക, അപ്പുറത്ത് ഫ്ലാറ്റുണ്ട്, അപ്പുറത്ത് വീട്ടുകാരുണ്ട്, റെസിഡൻഷ്യൽ കോളനികളുണ്ട്, അവരുടെ കംപ്ലൈൻറ്റ് വരും, കുറക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ അങ്ങനെയുള്ള കാതടപ്പിക്കുന്നിടത്തായാലും നിന്നേ പറ്റൂ. കാരണം ഞാനൊരു പാസ്റ്ററാണ്, ഞാനിതെല്ലാം യൂസ് ടു ആയേ പറ്റൂ. എന്നാൽ ആ സമയത്ത് മുതിർന്നവർ, അവർക്കിത് ഉൾക്കൊള്ളാൻ വലിയ പാടാണ്. അയ്യോ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നവർ പറയും. എന്നാൽ ചെറുപ്പക്കാർക്ക് ബ്ലാസ്റ്റ് ചെയ്യണം, എല്ലാ സ്പീക്കറുകളും ബ്ലാസ്റ്റ് ചെയ്ത് മെറ്റൽ മ്യൂസിക് പോലെയുള്ള, റോക്ക് മ്യൂസിക് പോലെയുള്ള അതിഭയങ്കരമായ ഇത് വന്നെങ്കിൽ അവർക്ക് ഒരിതുള്ളൂ. കർത്താവിന് ഇതൊന്നും വേണ്ട. കർത്താവ് നോക്കുന്ന ഹൃദയമാണ്. പക്ഷേ എക്സ്പ്രഷൻസ്, എവറി എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ് കർത്താവിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒരിക്കലൊരു വിദേശ രാജ്യത്തെ ഒരു സ്ഥലത്ത് പ്രായമുള്ളൊരു പാസ്റ്ററും വൈഫും ഞങ്ങളെ കൊണ്ടുപോയി കാണാൻ വേണ്ടി പോയതാണ്. ഒരു വലിയൊരു മെഗാ ചർച്ച്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ വർഷിപ്പ് തുടങ്ങിയ സമയത്ത് റാപ്പ് ചെയ്യുന്നൊരു രീതിയുണ്ട്. റാപ്പിംഗ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. വളരെ സ്പീഡിൽ ചില ലിറിക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ന്യായമായി ചെയ്ത് കണ്ടിട്ടുണ്ട്, നമ്മുടെ ചർച്ചിൽ പലരും ചെയ്യാറുണ്ട്. എനിക്ക് അന്യഭാഷയിൽ റാപ്പ് ചെയ്യാനല്ലാതെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടുത്തെ പാസ്റ്റേഴ്സ് വരെ ചിലർ റാപ്പ് ചെയ്യുക, കാരണം എങ്കിലേ യൂത്ത്സിനിടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് റാപ്പ് ചെയ്യാനൊക്കെ പഠിക്കുക. അപ്പോൾ കൂടെ വന്ന പാസ്റ്ററും പാസ്റ്ററിൻ്റെ വൈഫും അവർ 70s 80s അപ്പോൾ ഈ യൂത്ത് വർഷിപ്പിലാണ് ഞങ്ങൾ ചെന്ന് പെട്ടത്. ഇപ്പോൾ ഭയങ്കരമായ ലൈറ്റ്, ഫ്ലാഷിങ് ഉള്ള ലൈറ്റും അതുപോലെ ഡ്രംസും, ഇടിവെട്ട്, പുക, സ്മോക്ക് മെഷീൻ, എല്ലാം ഭയങ്കരമായ വർഷിപ്പ്. അപ്പോൾ സ്റ്റേജിൽ വർഷിപ്പ് ചെയ്യുന്ന പലരുടെയും ജീൻസ് ഇട്ട്, ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ടുള്ള ട്രെൻഡാണ്. ഈ മുട്ടുകാലിൻ്റെ അവിടെ എല്ലാം കീറിയിരിക്കും. കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയാൽ കീറിയ ജീൻസ് ഇടുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഈ വചനപ്രകാരമാണ് അവർ ചെയ്യുന്നത്. യഹോവൻ്റെ എനിക്ക് മുട്ടുണ്ടായില്ലെന്ന്, അങ്ങനെ വചനപ്രകാരം മുട്ടൊക്കെ കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചു. അപ്പോൾ റാപ്പ് ചെയ്തു വർഷിപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ പാസ്റ്ററെ എന്താ ഈ പിള്ളേർ കാണിച്ചു കൂട്ടുന്നത്, അവർ പറയുന്നതെന്ന് അവർക്കും അറിയില്ല, കർത്താവിനും മനസ്സിലാകുന്നില്ല, ഇതെന്തിനായി പേക്കൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ചിരിയ. പക്ഷേ ദ യൂത്ത്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ദ വർഷിപ്പ്, ഞാൻ വിചാരിക്കുന്ന കർത്താവ് അത് അംഗീകരിക്കും, കർത്താവ് അത് സ്വീകരിക്കും. നമുക്ക് പറ്റില്ലായിരിക്കാം, നമ്മുടെ ഏജ് ഗ്രൂപ്പിന് പറ്റില്ലായിരിക്കാം, പക്ഷേ ദാറ്റ് ഈസ് ദ വേ ദ വർഷിപ്പ്. ഇനി നമ്മൾ ഒരു അബോറിജിൻസിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ട്രൈബൽ ആളുകളുടെ അടുക്കലൊക്കെയാണ് പോയി ആരാധിക്കാൻ നിൽക്കുന്നതെങ്കിൽ അവർ ഉറഞ്ഞു തുള്ളിയായിരിക്കും ആരാധിക്കുന്നത്. ആഫ്രിക്കൻ വർഷിപ്പിൽ പോവുകയാണെങ്കിൽ കഴിവതും അവരോടൊപ്പം തുള്ളിക്കൊള്ളില്ലെങ്കിൽ നമ്മൾ ചവിട്ടേറ്റ് മരിക്കും. അതുപോലെ വയലൻ്റ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്തൊക്കെ ആയിരിക്കും അവർ വർഷിപ്പ് ചെയ്യുന്നത്. അതിനുള്ളിൽ നമ്മളും തുള്ളിക്കൊള്ളണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡെഡ് ബോഡി ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. കർത്താവിന് ഇതൊന്നൊരു വിഷയമല്ല. ദൈവമാണ് അവരെ, ഗാഡ് ഈസ് ദ മേക്കർ ഓഫ് ദ മോൾ. അങ്ങനൊരു വചനമുണ്ട്. ദൈവമാണ് ഇവരെല്ലാം സൃഷ്ടിച്ചത്. എനിക്ക് കുറേ മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളെയും ഞാൻ ഉൾക്കൊള്ളും. അങ്ങനൊരു ഹൃദയം ഉണ്ടാവും. ഇതുപോലെ സ്വർഗത്തിലെ പിതാവിനെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. Some people like silent and calm worship. Some people like loud worship. Psalm 46:10, 46 സങ്കീർത്തനം 10 പറഞ്ഞ he says, be still and know that I am God. I'll be exalted among the nations. I'll be exalted in the earth. അപ്പോൾ അവിടെ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളും. ചില സമയത്ത് we will have to come to stillness.
ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വർഷിപ്പിനിടയിൽ ചില സമയത്ത് വളരെ ശാന്തമായ അന്തരീക്ഷം ക്രിയേറ്റഡ്. ആ പരിശുദ്ധാത്മാവ് തന്നെ അത് ഓർക്കസ്ട്രേറ്റ് ചെയ്യും. Psalm 47 verse number 1. Clap your hands, all ye nations. Shout to God with cries of joy. Clap your hands. അവിടെ പറയുന്നത് സകല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കാം. 47 അല്ലേ, സങ്കീർത്തനങ്ങൾ 47 ആദ്യ വചനത്തിൽ കാണുന്ന സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അപ്പോൾ വചനമൊക്കെ ഉണ്ട്, അങ്ങനെയും ചെയ്യാം. ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസം, എക്സ്ക്യൂസ് മീ ഇഫ് ഐ എം റോങ് ഓർ ഇഫ് ഐ ഒഫെൻഡ് യു, ചില ആളുകൾ, ചർച്ചിൽ വരുന്ന ചില വിശ്വാസികൾ ഞാൻ കണ്ടിട്ടുള്ളത്, അവർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ, ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ, അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്പോർട്സ് അറീനയിൽ ചെല്ലുമ്പോൾ, ഓ മൈ ഗോഡ്, ദ വേ അവർ ചെറിയൊരു ക്യാപ്പൊക്കെ വെച്ച് ജേഴ്സിയൊക്കെ ഇട്ട് അവരുടെ പ്രകടനം ഭയങ്കരമാണ്. ചർച്ചിലേക്ക് വരുമ്പോൾ നാവുണ്ടോ എന്നുള്ളത്, വാ തുറന്ന് നോക്കണം ഇയാളുടെ ഉള്ളിൽ നാവുണ്ടോ. പെട്ടെന്ന് ഇയാൾ സംസാരശേഷി ഇല്ലാത്തൊരു വ്യക്തിയായി പോകും. ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്നതും, സ്തോത്രം പറയുന്നതും, ഹല്ലേലൂയ പറയുന്നതും, അന്യഭാഷകൾ സംസാരിക്കുന്നതും എന്തോ ഒരു കുറച്ചിൽ പോലെ തോന്നുന്നു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ അതുപോലെ ആരാധിക്കുന്നത് കാണുമ്പോൾ ഇത് ഏത് ഗൃഹത്തിൽ നിന്ന് വന്നപ്പാ എന്നതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടു. ഇതേ ആള് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നാൽ ആൾ വൈബ്രൻ്റായി, ലൈവ്ലി ആയി, ചിയർ ഗേൾസിനേക്കാൾ ഭയങ്കരമായി ഇവർ കുലുങ്ങും. അപ്പൊ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ എക്സ്പ്രസീവ് അല്ലാതാകുകയും, ആരൊക്കെയോ ടീമുകൾ, 2 ടീമുകൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ്, ബില്യൺസ് ഒക്കെ കൊടുത്ത് കളിച്ച് അവശരാകുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ എത്ര പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് പോയി അവിടെ കൂക്കുവിളിക്കുകയും കൈകൊട്ടുകയും ഓരിയിടുകയും എല്ലാം ചെയ്തു. ദൈവസന്നിധി വരുമ്പോൾ അതില്ല. ഏറ്റവും കൂടുതൽ ഒച്ച വെക്കേണ്ടത് സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിലല്ല. ഇവിടെ പറയുന്നത് ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ഓൾ യു നേഷൻസ്. അപ്പോൾ ഒരു നേഷനും എക്സ്ക്യൂസ് ഇല്ല, കൈയടിച്ചോളെ. Shout to God with cries of joy. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. ഏറ്റവും അവസാനത്തെ ഒരു മാച്ചിൽ വിജയിച്ച അവർക്ക് വേണ്ടി ആ സമയത്ത് അവിടെ പൈപ്പ് പോലുള്ളൊരു സാധനം വിളിക്കുകയും കൂക്കുവിളികളും, അവിടെ നടക്കുന്ന മൊത്തം സ്റ്റേഡിയത്തിലുള്ള ആരവം എത്ര കിലോമീറ്റർ അപ്പുറത്ത് കേൾക്കും. ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു വർഷിപ്പിന്റെ സൗണ്ട് കേട്ടാൽ അത് അരോചകമാണ് ആളുകൾക്ക്. കാരണം അവിടെ അകത്തിരിക്കുന്ന ദുരാത്മാക്കൾക്ക് ഇത് സഹിക്കാൻ സാധ്യമല്ല. Clap your hands, all you nations, shout to God with cries of joy. അപ്പോൾ അവിടെ ഷൗട്ടിംഗ് വരെ പറഞ്ഞിട്ടുണ്ട്. ഉറക്കെ ദൈവത്തെ സ്തുതിക്കാം, ഹല്ലേലൂയ, അട്ടഹാസത്തോടെ പറയാം. വചനമുണ്ട് അവിടെ പറയുന്നത് ക്ലാപ്പിംഗ് ഈസ് ഫോർ ഓൾ പീപ്പിൾ, ഓൾ നേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റേൺ, വെസ്റ്റേൺ, സദേൺ, നോർത്തേൺ, എവിടെ നിന്നുള്ളവരാണെങ്കിലും കൈയടിക്കാൻ വചനമുണ്ട്. കൈയടിച്ചു. അതേസമയം തന്നെ ചില സമയത്ത് ബീസ്റ്റില്ലെന്നും കണ്ടു. മിണ്ടാതിരിക്കാൻ. അപ്പം മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കണം, കേൾക്കണം ദൈവത്തിൽ നിന്ന്. പ്രൈസ് എന്ന് പറയുന്ന ഒന്നിലേക്ക് വരുമ്പോൾ, വലിയ സ്തോത്രാർപ്പണങ്ങളും സ്തുതിപ്പും നടക്കുമ്പോൾ ഭയങ്കരമായി എക്സ്പ്രസീവായി ഓച്ച വെച്ച് ദൈവത്തെ ആരാധിക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വിരോധാഭാസം കാണും ചില സമയം. അനന്തരം സ്വർഗത്തിലൊരു മൗനം ഉണ്ടായെന്ന് വെച്ചാൽ എവരിബഡി വാസ് സൈലന്റ്. അപ്പോൾ തന്നെ തകർത്ത ഇടിനാദം പോലെ ഹല്ലേലൂയ അവിടെ കേൾക്കുന്നു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള പലതും അവിടെ കേൾക്കുന്നു. In other words, both these atmospheres will not upset God. ദൈവത്തിന് ഇത് വിഷയമല്ല. God can work in both situations. ശാന്തമായിരിക്കുമ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും,
വലിയ ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെ ഇടയിലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ ഗ്രൗണ്ട് ആണെങ്കിലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ നോ പ്രോബ്ലം. എല്ലാവരും ഇത് ഇവിടെ ഒന്ന് വെച്ച് ഇങ്ങനെ കൈ എന്നിട്ട് പറ, എൻ്റെ ഹൃദയം വിശാലമാകട്ടെ. പറ. ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ്, ലൈവ് ചാറ്റിൽ വേണ്ട, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാകട്ടെ. എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാകട്ടെ. ടൈപ്പ് ചെയ്തിടുക, ഒരു പ്രാർത്ഥന പോലെ ടൈപ്പ് ചെയ്തിടുക. എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാകട്ടെ. ഇതെല്ലാം ഉൾക്കൊള്ളാൻ, ഇതെല്ലാം മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാകട്ടെ. ഒന്ന് രാജാക്കന്മാർ 19:12-13 വചനങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കിങ്സ് chapter 19 verse number 12 and 13. After the earthquake came a fire, but the Lord was not in the fire. And after the fire there came a gentle whisper. When Elijah heard it, he pulled his cloak over his face and went out and stood at the mouth of the cave. Then a voice came to him, "What are you doing here, Elijah?" അപ്പോൾ ഏലിയാവിന് ദൈവം പ്രത്യക്ഷമായ ഒരു ഭാഗത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ഭൂകമ്പമുണ്ടായി, വലിയ തീ കടന്നുപോയി, കാറ്റ് കടന്നുപോയി, ഇതെല്ലാം ഭയങ്കര കാതടപ്പിക്കുന്ന ഒച്ചത്തിലെല്ലാം പോയി. പക്ഷെ അതിനുശേഷം ഒരു മൃദുസ്വരത്തിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, പല ടെമ്പറമെൻറ്റിലുള്ള, പല രീതിയിലുള്ള, പല പശ്ചാത്തലങ്ങളിലുള്ള മനുഷ്യർക്ക് പല രീതിയിലുള്ള വർഷിപ്പാണ് കാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കിഷ്ടം. യങ് പീപ്പിൾ ലൈക്ക് ഫാസ്റ്റ് ആൻഡ് ലൗഡ് സോങ്സ്. നോർമലി പൊതുവെ യുവതിവാക്കന്മാർക്ക് എന്താണ് ആവശ്യം? വളരെ സ്പീഡ് സോങ്സ്, ഉച്ചത്തിലുള്ള പാട്ടുകൾ. ഓൾഡ് പീപ്പിൾ ലൈക്ക് ഓൾഡ് സോങ്സ്, സ്ലോ സോങ്സ്, ഇങ്ങനെ ധ്യാനിച്ചൊക്കെ ഇരുന്നുള്ള ഹിംസ് പോലെയുള്ളത്. അതാണ് അവർക്ക്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാടിക്കൊടുത്താൽ അവർക്കതൊരു താരാട്ടായിട്ട് മാറും. ചിൽഡ്രൻ ലൈക്ക് ദെയർ ഓൺ സോങ്സ് ലൈക്ക് നഴ്സറി റൈംസ്, അല്ലേ? കുട്ടികൾക്ക് എന്താണ്? നഴ്സറി പാട്ടുകൾ പോലെയുള്ള പാട്ടുകളാണ്. ഗോഡ് ആക്സെപ്റ്റ്സ് ഓൾ സ്റ്റൈൽസ് ഓഫ് വർഷിപ്പ്. അപ്പം നമുക്ക് വേണ്ടത് ടോളറൻസ് ആണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ. Matthew 21 verse number 15. But when the chief priests and the teachers of the law saw the wonderful things he did, and children shouting in the temple courts, Hosanna to the Son of David, they were indignant. യേശു കർത്താവ് ശരീരത്തിൽ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് ദേവാലയത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെയുള്ള മുഖ്യ പുരോഹിതന്മാരും പ്രധാന പുരോഹിതന്മാരും ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരും അവരുടെയൊക്കെ മുമ്പിൽ യേശു കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തോടെ ആ സമയത്ത് കുറെ കുട്ടികൾ വന്ന് ഉറക്കെ ടെമ്പിൾ കോർട്ട്സിൽ ആർപ്പെട്ടു. അവരാർപ്പെട്ടത് ഇങ്ങനെയാണ്, ഹോസന്ന ടു ദ സൺ ഓഫ് ഡേവിഡ്. എനിക്കൊരു അത്ഭുതകരമായി തോന്നുന്ന കാര്യം, യേശു കർത്താവ് ദേവാലയത്തിൽ വന്ന് ദേവാലയത്തെ ശുദ്ധീകരിച്ച് രോഗികളെല്ലാം വന്നു, അവരെ സൗഖ്യമാക്കി, അന്തരീക്ഷമൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഹോസന്ന ടു ദ സൺ ഓഫ് ഡേവിഡ്, ദാവീദ് പുത്രന് ഹോസന്ന എന്ന് കുറേയധികം കുട്ടികൾ വന്ന് ആർത്ത് വിളിച്ചു. ഇവരാര് സെറ്റ് ചെയ്തു? ഇവർ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ആരാണ് ഈ കുട്ടികളെ കൂട്ടിവരുത്തത്? ആരാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത്? ആരാണ് ഇവരെ കൊണ്ട് ഹോസന്ന ടു ദ സൺ ഓഫ് ഡേവിഡ് എന്ന് പറയിപ്പിച്ചത്? സാധാരണ കുട്ടികളെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ച ശേഷം ഒരാൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് കുട്ടികൾക്ക് കൈ ഉയർത്തേണ്ടതും കാലുയർത്തേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പാടിക്കൊടുക്കുമ്പോഴാണ് കുട്ടികൾ ഒരേപോലെ ഇത് പാടുകയുള്ളൂ. നമ്മൾ സാധാരണ കാണുന്നതാണ്. പക്ഷെ ഇവിടെ ഹോസന്ന ടു ദ സൺ ഓഫ് ഡേവിഡ് എന്ന് കുട്ടികൾ ആർത്ത് വിളിക്കുകയാണ്. ഞാൻ പറയാം, ദാറ്റ് വാസ് സ്പോണ്ടേനിയസ്. ആരും ഓർക്കസ്ട്രേറ്റ് ചെയ്തതല്ല, ആരും ഇവിടെ ട്രെയിൻ ചെയ്തതല്ല, ആരും ആ സമയത്ത് കുട്ടികളെ എല്ലായിടത്തുനിന്നും വണ്ടിക്ക് പോയി കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പഠിപ്പിച്ച് പ്രാക്ടീസ്. യേശു വരുന്നു പാടാം. നോ, ഇറ്റ് വാസ് സ്പോണ്ടേനിയസ്. യേശു കർത്താവ് അവിടെ ദേവാലയത്തിലേക്ക് വന്ന സമയത്ത് ഇത് ആരും കരുതിക്കൂട്ടി ഒന്നും ചെയ്തതല്ല. പെട്ടെന്ന് അങ്ങനെ അങ്ങ് ഫോം ചെയ്തു വന്നു കുഞ്ഞുങ്ങളുടെ ആരാധന. വാവ്! പക്ഷെ ഇത് the religious leaders were upset with the shouting of the children.
ഈ കുട്ടികളുടെ ഉറക്കെയുള്ള ആർപ്പിൽ അവിടെയുള്ള മത നേതാക്കന്മാർക്കത് ഉൾക്കൊള്ളാം. അവർക്ക് പ്രതിഷേധമുണ്ടായി. അവരതിനെതിരെ ശബ്ദിച്ചു. ഇൻടോളറന്റ്. പക്ഷേ കർത്താവ് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ഈ കുഞ്ഞുങ്ങളെ വരെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാണ് ആരാധിക്കുന്നതിൽ നിന്ന്. നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ആ കാണുന്ന പാറക്കൂട്ടങ്ങൾ ദൈവത്തിന് വേണ്ടി ആർത്ത് വിളിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നാം ആരാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നാം ആരാധിക്കുന്നവരെ വിലക്കിയാൽ, മുടക്കിയാൽ, കർത്താവ് പറഞ്ഞു, ഇപ്പോൾ പാറകൾ പോലെ ജീവനില്ലാതെ കിടക്കുന്ന രക്ഷിക്കപ്പെടാത്തവർ വരെ രക്ഷിക്കപ്പെട്ടു ദൈവത്തെ ആരാധിക്കുന്നു. മറ്റു സ്ഥലത്ത് മൂഢജാതികളെ കൊണ്ട് ഞാൻ ഇവർക്ക് എരിവരുത്തും. എൻ്റെ ജനമല്ലാത്തവർ എന്നെ പിതാവേ എന്ന് വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പല ഏജ് ഗ്രൂപ്പുകാർക്ക് പല രീതിയിലുള്ള ആരാധനയാണ് ഇഷ്ടം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഹൃദയം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൈനീട്ട്. കർത്താവേ, ജനങ്ങളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. വിശാല ഹൃദയം നൽകണമേ. ആഗോള വ്യാപകമായുള്ള ദൈവപ്രവൃത്തി എന്തെന്ന് മനസ്സിലാക്കി ആരെയും വിമർശിക്കാതെ, കുറ്റം പറയാതെ, നല്ല രീതിയിൽ ആരാധിച്ച് ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കുന്നതിനാണ് നന്ദി. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആരേ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. ജോണ്ടിസ് സൗഖ്യമാകട്ടെ. അതുപോലെ ഈ മുണ്ടിനീരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മംസ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേക രീതിയിലുള്ള രോഗാണുക്കളാൽ വരുന്ന ത്രോട്ടിൻ്റെ പ്രശ്നങ്ങൾ, പനി, അങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. കർത്താവ്, ഈ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊട്ട് വലിയ വിടുതലുകൾ അങ്ങ് കൽപ്പിക്കുന്നതിനായി നന്ദി. ജീസസ് നെയിം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ പങ്കുവയ്ക്കുക. കർത്താവുള്ളവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Bye.